കറണ്ട് അഫയേഴ്സ്. ദേശീയ പഞ്ചായത്തി രാജ് പുരസ്കാരങ്ങൾ 2023. ആലപ്പുഴ ജില്ലയിലെ ചെറുതന ഗ്രാമപഞ്ചായത്തിന് രാജ്യത്തെ ഏറ്റവും മികച്ച ശിശു സൗഹൃദ ഗ്രാമപഞ്ചായത്തിനുള്ള ഒന്നാം റാങ്ക് നേടി. ആലപ്പുഴ ജില്ലയിലെ ചെറുതന ഗ്രാമപഞ്ചായത്തിന് രാജ്യത്തെ ഏറ്റവും മികച്ച ശിശു സൗഹൃദ ഗ്രാമപഞ്ചായത്തിനുള്ള ഒന്നാം റാങ്ക്. വീയപുരം ഗ്രാമപഞ്ചായത്തിന് അടിസ്ഥാന സൗകര്യങ്ങളിൽ സ്വയം പര്യാപ്തതയ്ക്കുള്ള രാജ്യത്തെ ഒന്നാം റാങ്കും ലഭിച്ചു. മലപ്പുറം ജില്ലയിലെ പെരുമ്പടമ്പ് ഗ്രാമപഞ്ചായത്തിന് ജലലഭ്യതയിൽ സ്വയം പര്യാപ്തതയ്ക്കുള്ള രാജ്യത്തെ രണ്ടാം റാങ്ക്. തൃശൂർ ജില്ലയിലെ അളഗപ്പ നഗർ ഗ്രാമപഞ്ചായത്തിന് സദ്ഭരണത്തിനുള്ള മൂന്നാം റാങ്ക് ലഭിച്ചു. കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഗ്രാമപഞ്ചായത്തുകൾക്കുള്ള പ്രത്യേക അവാർഡ് ഇനത്തിൽ മീനങ്ങാടി ഗ്രാമപഞ്ചായത്തിന് ദേശീയ തലത്തിൽ ഒന്നാം സ്ഥാനവും ഇത്തവണ ലഭിച്ചിട്ടുണ്ട്. 52ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 2021. 52ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 2021. മികച്ച ചിത്രം ആവാസവ്യൂഹം, കൃഷന്ത്. മികച്ച നടൻ ബിജു മേനോൻ, ആർക്കറിയാം. ജോജു ജോർജ്, നായാട്ട്. മികച്ച നടി രേവതി, ഭൂതകാലം. മികച്ച സംവിധാനം ദിലീഷ് പോത്തൻ, ജോജി. മികച്ച രണ്ടാമത്തെ ചിത്രം ചവിട്ട്, ബ്രദേഴ്സ്, റഹ്മാൻ ബ്രദേഴ്സ്. മികച്ച രണ്ടാമത്തെ ചിത്രം ചവിട്ട്, റഹ്മാൻ ബ്രദേഴ്സ്. നിഷീദോ. മികച്ച സ്വഭാവ നടി ഉണ്ണിമായ, ജോജി. മികച്ച സ്വഭാവ നടൻ സുമേഷ് മൂർ. ജനപ്രിയ ചിത്രം ഹൃദയം. മികച്ച അവലംബിത തിരക്കഥ ശ്യാം പുഷ്കരൻ, ചിത്രം ജോജി. മികച്ച കുട്ടികളുടെ ചിത്രം കാടകലം. മികച്ച ഛായാഗ്രാഹകൻ മധു നീലകണ്ഠൻ, ചുരുളി. മികച്ച തിരക്കഥാകൃത്ത് കൃഷ്ണാന്ത്, ആവാസവ്യൂഹം. മികച്ച നവാഗത സംവിധായകൻ കൃഷ്ണേന്ദു കലേഷ്, പ്രാപെട. പ്രാപെട. പ്രത്യേക ജൂറി അവാർഡ് ഷെറിൻ ഗോവിന്ദൻ, ചിത്രം അവ അവനോ വിലോന. ജൂറി ചെയർമാൻ സയ്യിദ് അക്തർ മിർസ, ഹിന്ദി സംവിധായകനാണ് സയ്യിദ് അക്തർ മിർസ. 53ാമത് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 2022. മികച്ച ചിത്രം നൻപകൽ നേരത്ത് മയക്കം, ലിജോ ജോസ് പെല്ലിശ്ശേരി. മികച്ച രണ്ടാമത്തെ ചിത്രം അടിത്തട്ട്, ജിജോ ആന്റണി. മികച്ച നടി ബിൻസി അലോഷ്യസ്. മികച്ച നടൻ മമ്മൂട്ടി. 6ാം തവണയാണ് മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ്, സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം മമ്മൂട്ടി നേടുന്നത്. ആദ്യമായി മമ്മൂട്ടി സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടുന്നത് 1981. മമ്മൂട്ടി സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ: അഹിംസ മികച്ച രണ്ടാമത്തെ നടൻ 1981. അടിയൊടുക്കുകൾ 1984. യാത്ര നിറക്കൂട്ട് സ്പെഷ്യൽ ജൂറി 1985. ഒരു വടക്കൻ വീരഗാഥ മൃഗയ്യ മഹായാനം 1989. വിധേയൻ വാത്സല്യം പൊന്തൻ മാട 1993. കാഴ്ച 2004. പാലേരി മാണിക്യം 2009. നൻപകൽ നേരത്ത് മയക്കം 2023. മതിലുകൾ ഒരു വടക്കൻ വീരഗാഥ സിനിമകളിലൂടെ 1989 മമ്മൂട്ടി മികച്ച നടനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് നേടി. പൊന്തൻ മാട, വിധേയൻ എന്ന സിനിമകളിലൂടെ 1993 മമ്മൂട്ടി പുരസ്കാരം നേടി. ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ എന്ന ഇംഗ്ലീഷ് ചിത്രത്തിലൂടെ 1998 മമ്മൂട്ടി മികച്ച നടനുള്ള പുരസ്കാരം ദേശീയ തലത്തിൽ നേടി. മികച്ച സംവിധായകൻ മഹേഷ് നാരായണൻ, അറിയിപ്പ്, ചിത്രം അറിയിപ്പ്. മികച്ച സ്വഭാവ നടൻ പി കുഞ്ഞികൃഷ്ണൻ, എന്നാ താൻ കേസ് കൊടു. മികച്ച സ്വഭാവ നടി ദേവി വർമ്മ, സൗദി വെള്ളയ്ക്ക. മികച്ച ജനപ്രിയ ചിത്രം എന്നാ താൻ കേസ് കൊടു. മികച്ച തിരക്കഥാകൃത്ത് രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ, എന്നാ താൻ കേസ് കൊടു. മികച്ച നവാഗത സംവിധായകൻ ഷാഹി കബീർ, ഇലവീഴ പൂഞ്ചിറ. പ്രത്യേക ജൂറി പരാമർശം കുഞ്ചാക്കോ ബോബൻ, എന്നാ താൻ കേസ് കൊടു. അലൻസിയർ അപ്പൻ. മികച്ച കുട്ടികളുടെ ചിത്രം പല്ലൊട്ടി 90s കിഡ്സ്. മികച്ച ചലച്ചിത്ര ഗ്രന്ഥം സിനിമയുടെ ഭാവനോദ്ദേശങ്ങൾ CS വെങ്കടേശ്വരൻ. മികച്ച ഗാനരചയിതാവ് റഫീഖ് അഹമ്മദ്. മികച്ച സംഗീത സംവിധാനം M ജയചന്ദ്രൻ.
മികച്ച ഗായിക മൃദുല വാര്യർ. മികച്ച ഗായകൻ കപിൽ കപിൽ. ബാലതാരം ആൺ മാസ്റ്റർ ഡാവിഞ്ചി. ചിത്രം പല്ലുട്ടി 90s കിഡ്സ്. മികച്ച ബാലതാരം പെൺ തന്മയ സോൾ. ചിത്രം വഴക്ക്. ജൂറി ചെയർമാൻ ഗൗതം ഘോഷ്, ബംഗാളി സംവിധായകനാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ 2021 പുരസ്കാരങ്ങൾ. മികച്ച നോവൽ ആർ രാജശ്രീയും വിനോയ് തോമസും പങ്കിട്ടു. കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ എന്ന നോവലാണ് രാജശ്രീക്ക് പുരസ്കാരം നേടിക്കൊടുത്തത്. കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരായ രണ്ട് സ്ത്രീകളുടെ കഥ എന്ന നോവലാണ് രാജശ്രീക്ക് പുരസ്കാരം നേടിക്കൊടുത്തത്. പുറ്റ് എന്ന നോവലിനാണ് വിനോയ് തോമസിന് പുരസ്കാരം. മികച്ച കവിത അൻവർ അലി, മെഹബൂബ് എക്സ്പ്രസ്. മികച്ച ചെറുകഥ ദേവദാസ് VM, വഴി കണ്ടുപിടിക്കുന്നവർ. മുതിർന്ന എഴുത്തുകാരായ വൈശാഖൻ, പ്രൊഫസർ KP ശങ്കരൻ എന്നിവർക്ക് അക്കാദമി വിശിഷ്ടാംഗത്വം ലഭിച്ചു. നാടകം പ്രദീപ് മണ്ടൂർ. സാഹിത്യ വിമർശനം N അജയകുമാർ. വൈജ്ഞാനിക സാഹിത്യം ഡോക്ടർ ഗോപകുമാർ ചോലയിൽ. ആത്മകഥ പ്രൊഫസർ TJ ജോസഫ്, M കുഞ്ഞാമൻ. വിവർത്തനം അയമനം ജോൺ. ബാലസാഹിത്യം രഘുനാഥ് പലേരി. ഹാസ്യസാഹിത്യം ആൻ പാലി. 2022 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ. വിശിഷ്ട അംഗത്വം ഡോക്ടർ M ബഷീറും N പ്രഭാകരനും സ്വന്തമാക്കി. മികച്ച നോവൽ V ഷിനിലാൽ, സമ്പർക്ക ക്രാന്തി. മികച്ച ചെറുകഥ PF മാത്യൂസ്, മുഴക്കം. മികച്ച കവിത NG ഉണ്ണികൃഷ്ണൻ, കടലാസു വിദ്യ. മികച്ച കവിത NG ഉണ്ണികൃഷ്ണൻ, കടലാസു വിദ്യ. സാഹിത്യ വിമർശനം S ശാരദകുട്ടി. എത്ര എത്ര പ്രേരണകൾ. ജീവചരിത്രം ഓർ ആത്മകഥ BR P ഭാസ്കർ, ന്യൂസ് റൂം. യാത്രാ വിവരണം C അനൂപ്, ദക്ഷിണാഫ്രിക്കൻ യാത്രാ പുസ്തകം. ബാലസാഹിത്യം ഡോക്ടർ K ശ്രീകുമാർ, ചക്കര മാമ്പഴം. സമഗ്ര സംഭാവന പുരസ്കാരം ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടി, ഡോക്ടർ പള്ളിപ്പുറം മുരളി, ജോൺ സാമുവേൽ, KP സുധീര, ഡോക്ടർ രതി സക്സേന, ഡോക്ടർ PK സുകുമാരൻ. 2019 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ ആരാണ്? 2019 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ. 2019 വള്ളത്തോൾ അവാർഡ് സക്കറിയ, പോൾ സക്കറിയ. ഓക്കെ. വയലാർ അവാർഡ് 2019. വയലാർ അവാർഡ് നേടിയത് BJ ജെയിംസ് ആണ്. കൃതി നിരീശ്വരൻ. 2020 വയലാർ അവാർഡ് നേടിയത് ഏഴാച്ചേരി രാമചന്ദ്രൻ ആണ്. കൃതി ഒരു വെർജീനിയൻ വെയിൽക്കാലം. 2021 45-ാം വയലാർ രാമവർമ്മ സാഹിത്യ പുരസ്കാരം ആരാ നേടിയത്? ബെന്യാമിനാണ്. കൃതി മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ, നോവലാണ്. മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. വയലാർ മെമ്മോറിയൽ ട്രസ്റ്റ് നൽകുന്ന 2022 വയലാർ പുരസ്കാരത്തിന് അർഹനായത് S ഹരീഷ്. പ്രധാന കൃതികൾ ആദം, രസവിദ്യയുടെ ചരിത്രം, അപ്പൻ. സംസ്ഥാന സർക്കാരിന്റെ പ്രഥമ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് MT വാസുദേവൻ നായർ. കേരള പ്രഭ പുരസ്കാരം ലഭിച്ചത് മമ്മൂട്ടി. ഓംചേരി NN പിള്ള. T മാധവ മേനോൻ. മുൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനും ആദിവാസി ക്ഷേമ പ്രവർത്തകനുമാണ് T മാധവ മേനോൻ. ഓക്കെ. കേരള ശ്രീ പുരസ്കാരം ലഭിച്ചത് കാനായി കുഞ്ഞിരാമൻ, ശില്പി. MP പരമേശ്വരൻ, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സ്ഥാപക നേതാക്കളിൽ ഒരാൾ. ഗോപിനാഥ് മുതുകാട്, കൊച്ചൌസേപ്പ് ചിറ്റിലപ്പള്ളി, വ്യവസായി. ഡോക്ടർ സത്യഭാമ ദാസ് ബിജു, ജീവശാസ്ത്ര ഗവേഷകൻ. വൈക്കം വിജയലക്ഷ്മി, ഗായിക. JCB സാഹിത്യ പുരസ്കാരം 25 ലക്ഷം രൂപ ഖാലിദ് ജാവേദിന്റെ ദി പാരഡൈസ് ഓഫ് ഫുഡ് എന്ന നോവലിന് സമ്മാനിച്ചു. ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ ബരൻ ഫാറൂഖിക്ക് 10 ലക്ഷം രൂപ സമ്മാനിച്ചു. 2022 52ാമത് ഓടക്കുഴൽ അവാർഡ് ജേതാവ്
അംബികാസുധൻ മാങ്ങാടാണ്. കൃതി പ്രാണവായു. 2022 52ാമത് ഓടക്കുഴൽ അവാർഡ് ജേതാവ് അംബികാസുധൻ മാങ്ങാട്. കൃതി പ്രാണവായു. പ്രധാന കൃതികൾ. അംബികാസുധന്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? എൻ മകജെ, രണ്ടു മത്സ്യങ്ങൾ, നീരാളിയൻ, രാത്രി, സാധാരണ വേഷങ്ങൾ. നൽകുന്നത് ഓടക്കുഴൽ അവാർഡ് നൽകുന്നത് മഹാകവി ജി ശങ്കരക്കുറുപ്പ് സ്ഥാപിച്ച ഗുരുവായൂരപ്പൻ ട്രസ്റ്റ്. ആദ്യ ജേതാവ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ്. കൃതി തുളസീദാസ രാമായണ വിവർത്തനം. ഓക്കെ. എഴുത്തച്ഛൻ പുരസ്കാരം. അടുത്തത് എഴുത്തച്ഛൻ പുരസ്കാരം. 2022 എഴുത്തച്ഛൻ പുരസ്കാരം സേതു. പ്രധാന കൃതികൾ. സേതുവിനാണ് ലഭിച്ചത് 2022 എഴുത്തച്ഛൻ പുരസ്കാരം. പ്രധാന കൃതികൾ ഏതൊക്കെയാണ് സേതുവിന്റെ? ജലസമാധി, പാണ്ഡവപുരം, വെളുത്ത കൂടാരങ്ങൾ, കിരാതം, അപ്പവും അച്ചുവും, ചേക്കുട്ടി, കൈമുദ്രകൾ, അടയാളങ്ങൾ. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 1978, 1982. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം 2007. തകഴി സ്മാരക പുരസ്കാരം 2022 എം ലീലാവതി. പ്രധാന കൃതികൾ. വർണ്ണരാജി, കവിതാധ്വനി, റോസ് മേരി. 2023 എം മുകുന്ദനാണ്. എം മുകുന്ദൻ. പ്രധാന കൃതികൾ. ഡൽഹി ഗാഥകള്, മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ, ദൈവത്തിന്റെ വികൃതികൾ, കൂട്ടം തെറ്റി മേയുന്നവർ, സീത, ഒരു സ്കൂൾ മാസ്റ്റർ. ഹരിവരാസനം പുരസ്കാരം 2020 നേടിയത് ഇളയരാജയാണ്. 2021 ഹരിവരാസനം പുരസ്കാരം എം ആർ വീരമണി രാജുവിന് ലഭിച്ചു. 2022 ഹരിവരാസനം പുരസ്കാരം ആലപ്പി രംഗനാഥന് ലഭിച്ചു. 2023 ഹരിവരാസനം പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്ക് ലഭിച്ചു. അടുത്തത് സ്വാതി സംഗീത പുരസ്കാരം. ശാസ്ത്രീയ സംഗീതത്തിൽ കൊടുക്കുന്ന പുരസ്കാരമാണ് സ്വാതി സംഗീത പുരസ്കാരം. 1997 ആദ്യം നേടിയത് ഷെമ്മാൻകുടി ശ്രീനിവാസ അയ്യറാണ്. 2020 ഡോക്ടർ കെ ഓമനക്കുട്ടി. 2022 കെ ജയകുമാറിന് ലഭിച്ചു. 2023 വർക്കല സ്വാതി തിരുനാൾ സംഗീത വേദിയുടെ സംഗീത പുരസ്കാരം ലഭിച്ചത് പി ജയചന്ദ്രൻ. അടുത്തത് ONV സാഹിത്യ പുരസ്കാരം. ONV സാഹിത്യ പുരസ്കാരം നൽകുന്നത് OMN ട്രസ്റ്റ് ആണ്. തുക എത്രയാണ്? 3 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും. 2020 എം ലീലാവതിക്ക് ലഭിച്ചു. 2021 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് വൈരമുത്തുവിനാണ്. 2022 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ടി പത്മനാഭൻ. പ്രധാന കൃതികൾ ഏതൊക്കെയാണ് ടി പത്മനാഭന്റെ? പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടി, വീട് നഷ്ടപ്പെട്ട കുട്ടി, സാക്ഷി, നളിന ഗാന്ധി, ഒരു കഥാകൃത്ത്, കുരിശിൽ. 2023 സി രാധാകൃഷ്ണൻ. JC ഡാനിയൽ പുരസ്കാരം. അടുത്തത് JC ഡാനിയൽ പുരസ്കാരം 2019 ഹരിഹരന് ലഭിച്ചു. 2020 JC ഡാനിയൽ പുരസ്കാരം നേടിയത് പിന്നണി ഗായകൻ പി ജയചന്ദ്രൻ. 2021 JC ഡാനിയൽ പുരസ്കാരം നേടിയത് KP കുമാരനാണ്. KP കുമാരൻ. 2022 JC ഡാനിയൽ പുരസ്കാരം നേടിയത് TV ചന്ദ്രനാണ്. TV ചന്ദ്രൻ. അടുത്തത് ബാലാമണി അമ്മ പുരസ്കാരം. അന്താരാഷ്ട്ര പുസ്തകോത്സവ സമിതി. 2018 ശ്രീകുമാരൻ തമ്പി. 2019 ടി പത്മനാഭൻ. 2022 പ്രൊഫസർ MK സാനു. പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? കർമ്മഗതി, കാറ്റും വെളിച്ചവും, ചക്രവാളം, രാജ്യവീതി, എന്റെ വഴിയമ്പലങ്ങൾ. MK സാനുവിന്റെ കൃതികൾ ഏതൊക്കെയാണ്? കർമ്മഗതി, കാറ്റും വെളിച്ചവും, ചക്രവാളം, രാജവീതി, എന്റെ വഴിയമ്പലങ്ങൾ. അടുത്ത ജ്ഞാനപാന പുരസ്കാരമാണ്. 2020 നേടിയത് പ്രഭാവർമ്മയാണ്. 2021 KB ശ്രീദേവിയാണ്. KB ശ്രീദേവി. 2022 കെ ജയകുമാർ നേടി. 2022 കെ ജയകുമാർ. 2023 വി മധുസൂദനൻ നായർ. അടുത്തത് വള്ളത്തോൾ പുരസ്കാരമാണ്. 2019 വള്ളത്തോൾ പുരസ്കാരം നേടിയത് പോൾ സക്കറിയ. 2019 വള്ളത്തോൾ പുരസ്കാരം നേടിയത് പോൾ സക്കറിയ. 2019 വള്ളത്തോൾ പുരസ്കാരം കീർത്തിമുദ്ര പുരസ്കാരം നേടിയത് KG ചന്ദ്രശേഖരൻ നായരാണ്. KG ചന്ദ്രശേഖരൻ നായർ. മുട്ടത്ത് വർക്കി പുരസ്കാരമാണ് അടുത്തത്. പ്രഥമ ജേതാവ് ആരാണ്? OV വിജയനാണ്. OV വിജയൻ. 2017 ആരാ നേടിയത്? 2017 PV ചന്ദ്രനാണ്. പൊന്തൻ മാട എന്ന കൃതിക്ക്. 2018 KR മീര ആരാച്ചാർ എന്ന കൃതിക്ക്. 2019 28ാമത് മുട്ടത്ത് വർക്കി പുരസ്കാരം നേടിയത് ബെന്യാമൻ ആടുജീവിതം. ബഷീർ സാഹിത്യ പുരസ്കാരം. അവാർഡ് നൽകുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റ്. തുക 50,000 രൂപ. 2019 ടി പത്മനാഭൻ. കൃതി മരയ. 2020 നേടിയതാരാണ്? MK സാനുവാണ്. അജയ്യതയുടെ അമരസംഗീതം. 2021 14ാമത്തെ ബഷീർ സാഹിത്യ പുരസ്കാരം നേടിയത് K സച്ചിദാനന്ദൻ. കൃതിയത ദുഃഖം എന്ന വീട് കവിതാ സമാഹാരമാണ്. 2022 സരസ്വതി സമ്മാൻ പുരസ്കാരത്തിന് അർഹയായ
തമിഴ് എഴുത്തുകാരി ശിവശങ്കരിയാണ്. ശിവശങ്കരിയുടെ സൂര്യവംശം എന്ന ഓർമ്മക്കുറിപ്പിനാണ് പുരസ്കാരം ലഭിച്ചത്. ഇടശ്ശേരി അവാർഡ് 2019 4 പേർക്ക് ലഭിച്ചു. ഉണ്ണി ആർ വാങ്ക് എന്ന കൃതിക്ക്, VR സുധീഷ് ശ്രീകൃഷ്ണൻ എന്ന കൃതിക്ക്, GR ഇന്ദുഗോപൻ കൊല്ലപ്പാട്ടി ദയ എന്ന കൃതിക്ക്, സന്ധ്യ അനന്തരം ചാരുലത എന്ന കൃതിക്ക്. പുരസ്കാര തുക 50,000 രൂപ. 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ദേശീയോദ്ഗ്രഥന ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? ദി കശ്മീർ ഫയൽസ് ആണ്. 69ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച സഹനടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് പങ്കജ് ത്രിപാഠി. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് മീ. വിൽ സീ നെക്സ്റ്റ് വീഡിയോ.